സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റൗ കത്തിച്ചു, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെറുതായിട്ടിപ്പോൾ ഒരു 5-6 നാരങ്ങ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. അപ്പോൾ ശരി, ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോയും പിടിക്കാം. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്കതിലേക്ക് എണ്ണ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച്, വളരെ കുറച്ച്. വീഡിയോ പിടിക്കാനുള്ള സൗകര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ തന്നെ മൊബൈൽ പിടിച്ചിട്ട് ചെയ്യാണ്. സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എണ്ണ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ അച്ചാറിടുമ്പോൾ നല്ലെണ്ണയിൽ അച്ചാറിടുന്നതാണ് നന്നായിരിക്കുക. അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടേ കുറച്ച് വെളുത്തുള്ളി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി തുടങ്ങി. നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഒരു ബാച്ചിലേക്കിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 5-6 നാരങ്ങ ഉണ്ട് വിചാരിക്കാം, നമുക്ക് അച്ചാറിടാവുന്നേ ഉള്ളൂ. കുറച്ച് ദിവസം കൂട്ടാമല്ലോ. ഒരു നാരങ്ങ ഞാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇഡലി പാത്രത്തിനകത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് ഞാൻ അതിന് ഒരു നാരങ്ങേനെ 4ആയിട്ട് മുറിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ്, ഇത്ര നാരങ്ങയേ ഉള്ളൂ. 4ആയിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി ഒരുപാട് മൂക്കൊന്നും വേണ്ട, കുറച്ച് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ മതി. ഒരുപാട് റെഡ് കളറൊന്നും ആവണ്ട. നമുക്കപ്പോൾ ഞാനതിലേക്ക് ഒരു 2 ടീസ്പൂണല്ല, അതിനെക്കാട്ടി കുറച്ച് വലിയ ഒരു സ്പൂണിനകത്ത് 2 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഇത് വെളുത്തുള്ളി ഒരു ഇത്രയും മൂത്താൽ മതി. അത് കഴിയുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്, അപ്പോൾ അത് നല്ലതുപോലെ ചൂടുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തീ ഓഫ് ചെയ്തപ്പോൾ ഇത് നല്ലോണം കിടന്ന് ഇതിനകത്ത് തന്നെ കിടന്നിട്ട് ഇങ്ങനെ മൂക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ മുളക് പൊടി തീ ഓഫ് ചെയ്തിട്ട് അതിനകത്ത് ഇടുക. മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഈ പച്ചമണമൊക്കെ അങ്ങ് പോകണം. ഉണ്ട്, അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് പോകുമ്പോൾ ഒരു കളറ് വ്യത്യാസവും വരും. വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ നാരങ്ങ നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ, അതിനെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നാരങ്ങ മുറിച്ച് വെച്ചതിനെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി
മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. വരാമെന്നുണ്ടെങ്കിൽ നമുക്കിനി ഉപ്പിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഉലുവപ്പൊടി. കുറച്ച് ഉലുവപ്പൊടി കുറച്ചിട്ടാൽ മതി. നാരങ്ങ കുറച്ചല്ലേ ഉള്ളൂ. കുറച്ച് ഉലുവപ്പൊടി ഇടുക. പിന്നെ കായപ്പൊടി നല്ല മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണം.